സ്ത്രീകളെയും അലട്ടുന്ന പ്രശ്നമാണ് മാറിടത്തിന് ഷേപ്പില്ലാത്തതും മാറിടമില്ലാത്തതും ഒക്കെ. മാറിടത്തിൻ്റെ വലിപ്പം കൂട്ടാനും മാറിടത്തിന് നല്ലതുപോലെ ഷേപ്പാക്കി നിർത്താനും സഹായിക്കുന്ന ഒരു ഓയിലാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഒരു ഓയിൽ നിങ്ങൾ തയ്യാറാക്കി നിങ്ങളൊന്ന് മസാജ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മാറിടത്തിന് നല്ലതുപോലെ വ്യത്യാസം നൽകുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ ഒരു മസാജിങ് ഓയിൽ നിങ്ങളൊന്നും കുറച്ച് ദിവസം ഒന്ന് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മാറിടത്തിന് നല്ലതുപോലെ ഷേപ്പ് ആക്കാനും മാറിടത്തിന് നല്ലതുപോലെ വലിപ്പം കൂട്ടാനുമൊക്കെ സാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആകർഷിതമായി നിർത്തുന്നതും നമ്മുടെ മാറിടമാണ്. ഒരു സ്ത്രീയുടെ മാറിടത്തിന് നല്ലപോലെ ഷേപ്പ് ഇല്ലെങ്കിലും മാറിടത്തിന് വലിപ്പമില്ലെങ്കിലും ഒക്കെ അവളെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി പോലും തോന്നില്ല. ഈ ഒരു മസാജിങ് ഓയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മാറിടത്തിന് നല്ലതുപോലെ വ്യത്യാസം നൽകാനായിട്ടൊക്കെ സാധിക്കും. ഞാൻ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മാറിടത്തിൻ്റെ വലിപ്പം വെക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഓയിലിനെ കുറിച്ചൊക്കെ. അതൊക്കെ പലരും ഉപയോഗിച്ചിട്ട് നല്ലൊരു വ്യത്യാസം അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കും നല്ലപോലെ വ്യത്യാസം നൽകുന്നതാണ് ഈ ഒരു ഓയിലിൽ നിന്ന്. ഈ ഒരു ഓയിൽ ഒരു മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മാറിടത്തിൻ്റെ ഒരു വ്യത്യാസം കണ്ട് നിങ്ങൾ പോലും അത്ഭുതപ്പെടും. അത്രമാത്രം റിസൾട്ട് നൽകുന്ന ഒരു ഓയിലാണ് ഞാനിന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കാര്യങ്ങൾ മാത്രം മതി ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നതിന്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ മാറിടത്തിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണാണ്. ഈസ്ട്രജൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിൻ്റെ കൊണ്ടാണ് നമ്മുടെ മാറിടത്തിനൊന്നും വലിപ്പമില്ലാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറിടത്തിന് വലിപ്പം വെക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഈസ്ട്രജൻ ഹോർമോൺ കൂട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറിടത്തിന് വലിപ്പം വെക്കുന്നതിന് വേണ്ടി ഈസ്ട്രജൻ ഹോർമോൺ കൂട്ടാൻ വേണ്ടി നിങ്ങൾ നല്ലതുപോലെ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളായിട്ടുള്ള മുട്ട, എഗ് വൈറ്റ്, കൂടാതെ തന്നെ ചിക്കൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക. കൂടാതെ തന്നെ കാഷ്നട്ട്, ബദാം, പിസ്ത അങ്ങനെയുള്ള കാര്യത്തിനകത്തൊക്കെ ഫാറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റ് ഉൽപ്പാദനം കൂടുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മുടെ ശരീരത്ത് ഈസ്ട്രജൻ ഹോർമോണും കൂടി കൂടും. അങ്ങനെ ഈസ്ട്രജൻ ഹോർമോൺ കൂടുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മാറിടമൊക്കെ നല്ലതുപോലെ കൂട്ടാനും ഒക്കെ എളുപ്പം തന്നെ സാധിക്കും. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന മസാജും കൂടാതെ തന്നെ നമ്മുടെ ആഹാര കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലപോലെ നിങ്ങളുടെ മാറിടം കൂട്ടാനായിട്ടൊക്കെ സാധിക്കും. എന്തായാലും ആ ഒരു മസാജിങ് ക്രീം നിങ്ങൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ മാറിടത്തിനെ ഷേപ്പ് ആക്കാനും മാറിടത്തിന് വലിപ്പം കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഇതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഫ്രഷായിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് വേണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉലുവ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് അന്നത്തേക്ക് ആ ഒരു പത വരുന്നുണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണാണ് ഫ്ലാക്സ് സീഡ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലാക്സ് സീഡൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലാക്സ് സീഡ് നമ്മുടെ ശരീരത്തിന് ഷേപ്പ് ആക്കാനും മാറിടത്തിന് നല്ലതുപോലെ വലിപ്പം കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് മാറിടം ഇല്ല എങ്കിൽ ഈ ഒരു ഇത് ഉപയോഗിക്കൂ. മാറിടത്തിന് ഇപ്പോൾ ഷേപ്പ് ഇല്ലെങ്കിലും ഈ ഒരു ഓയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ആ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ഒക്കെ കളർ മാറിയത് കണ്ടോ. ഇത് നല്ലതുപോലെ മൂക്കണം. ഉലുവാപ്പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് അതിൽ നിന്നെല്ലാം നല്ലതുപോലെ സത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ചൂടാറുന്ന ഓയിലിൻ്റെ കളർ കണ്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കാം നിങ്ങളെ. ഓയിലിൻ്റെ കളർ ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഒരു ബ്ലാക്ക് കളർ, ഒരു വുഡൻ കളറിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഓയിൽ കിട്ടേണ്ടത്. നമുക്കൊന്ന് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആ ഒരു നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്, നമ്മൾ എടുക്കുന്ന പാത്രം നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം. അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. തീരുന്നതിനനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി.
നമുക്കിതൊരു 2 ആഴ്ച വരെ ഉപയോഗിക്കാനായിട്ടുള്ള ഓയിലുണ്ട്. കണ്ടോ, ഇതിപ്പം അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഓയിൽ ഇതാ മാറ്റിയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു കുപ്പിയിലേക്ക് മാറ്റട്ടെ. ഞാനിത് നല്ലപോലെ ഡ്രൈ ആക്കി വെച്ചിരിക്കുമായിരുന്നു. ഈ കുപ്പി ഇതിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. മാറ്റിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം. ആദ്യമേ മാറിടത്തിൽ ഇത്ര എടുക്കുക. എടുത്തിട്ട് നമ്മുടെ മാറിടത്തിൽ ഇങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ മാറിടത്തിൻ്റെ ആ ഒരു ഏരിയയിലെ നല്ലതുപോലെ മാറിടത്തിന് വലിപ്പം വെക്കാനൊക്കെ എളുപ്പം സഹായിക്കും. പിന്നെ നമ്മുടെ മാറിടത്തിനെ താഴെ നിന്ന് മുകളിലേട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. 4 സൈഡിൽ നിന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മാറിടത്തിൻ്റെ ഒന്നും കൂടി റൗണ്ടിൽ മസാജ് ചെയ്യുക. തിരിച്ച് അതേപോലെ തന്നെ റൗണ്ടിൽ മസാജ് ചെയ്യുക. അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നമ്മൾ മസാജ് ചെയ്യുക. നമ്മുടെ നിബിളിൽ പറ്റാൻ പാടില്ല. അതിനുശേഷം നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെയും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നമ്മൾ മൂന്നാമതും മസാജ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ചുറ്റിനും ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെയും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഓയിൽ ഇപ്പം നമ്മൾ തേച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ സ്റ്റീം കൊടുക്കുക. സ്റ്റീം കൊടുക്കുമ്പോൾ നമ്മുടെ മാറിടം ഇൻക്രീസ് ആവാനായിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. ആ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ നടക്കുകയും അതുമൂലം നമ്മുടെ മാറിടം നല്ലതുപോലെ വലിപ്പം വെക്കാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ തേച്ചേക്കുന്ന ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് 2 നേരം തേക്കുവാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് തേച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് തേച്ചിട്ട് അടിവസ്ത്രം, അതായത് നമ്മുടെ കിടക്കാനായിട്ട് രാത്രിയിൽ തേച്ചിട്ട് മസാജ് ചെയ്തിട്ട് ബ്രാ ധരിക്കാനായിട്ട് പാടില്ല ഈ ഒരു ഓയിൽ തേച്ചതിന് ശേഷം. അല്ലാതെ നിങ്ങൾക്കിപ്പം കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് തേക്കുവാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഈ ഒരു മസാജ് ചെയ്തതിന് ശേഷം ആ ഒരു ഓയിൽ ഇരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് രാത്രിയിൽ ഇത് തേച്ചിട്ട് വേണമെങ്കിൽ കിടക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പകൽ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കണം. ചെറിയൊരു ആവി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ചെറിയ രീതിയിൽ രാത്രി തേച്ചിട്ട് കിടക്കുകയാണെങ്കിലും ചെറിയ രീതിയിൽ ഒരു ആവി കൊടുത്തിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാറിടം ഇൻക്രീസ് ആവാനായിട്ടൊക്കെ എളുപ്പം സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ അങ്ങനെ ഓയിൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഓയിൽ തയ്യാറാക്കി ഒരു മാസമെങ്കിലും ഉപയോഗിക്കണം. 1 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലൊരു മാറ്റം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു മസാജിങ് ഓയിൽ തയ്യാറാക്കി എന്നുള്ളത് കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മസാജിങ് ഓയിൽ 1 മാസമെങ്കിലും കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് 1 മാസം ചെയ്താലേ നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഈസ്ട്രജൻ ഹോർമോൺ കൂടണം. കൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. കൂടാതെ തന്നെ നമ്മൾ ഈ മസാജിങ് ഓയിലൂടെ പുരട്ടിയിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ആ ഒരു മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മാറിടം ഇൻക്രീസ് ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ മാറിടം നല്ലതുപോലെ വലിപ്പമൊക്കെ വെക്കാനായിട്ടൊക്കെ എളുപ്പം തന്നെ നിങ്ങൾക്ക് സാധിക്കും. 1 മാസമെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂടാതെ തന്നെ നമ്മൾ ആ പറഞ്ഞ ഒരു മസാജിങ് ഓയിലും കൂടി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയിലെ മസിൽസൊക്കെ ലൂസ് ആവുകയും അതുമൂലം നമ്മുടെ മാറിടം നല്ലതുപോലെ ഇൻക്രീസ് ആവുകയും നല്ലതുപോലെ ഷേപ്പ് ആക്കി നിർത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുകയും കൂടി ചെയ്യും. എന്തായാലും അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. ഈ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.